ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ മറ്റൊരു ആവേശകരമായ ദിവസമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുന്നത്. 4 മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഡിയിൽ നിന്നും USA വേഴ്സസ് ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യത്തെ ഗ്രൂപ്പ്. അതിൽ 2 ഗോൾ ലീഡ് നിലനിർത്തി USA മുന്നേറിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സിയിലെ സ്കോട്ട്ലാൻഡ് വേഴ്സസ് മൊറോക്കോ ആയിരുന്നു. അതിൽ മൊറോക്കോ 1 ഗോളാണ് നേടിയിരിക്കുന്നത്. 1-0 ആ കളി അവസാനിച്ചത്. പിന്നെ വരുന്നത് ബ്രസീൽ ആരാധകരുടെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നിമിഷമായിരുന്നു. ബ്രസീൽ 3 ഗോളിന് ഹൈത്തിയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പിന്നെ വരുന്നത് ഗ്രൂപ്പ് ഡിയിലെ ടർക്കിയും പരാഗ്വേയും തമ്മിലുള്ള മത്സരമാണ്. അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. 1-0 പരാഗ്വെ ടർക്കിയെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ്. കാരണം ബ്രസീൽ ആരാധകരുടെ സമനിലയ്ക്ക് ശേഷം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആവേശകരമായ ഒരു തുടക്കം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ നമുക്ക് കളികളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA-യും ഓസ്ട്രേലിയയും തമ്മിലാണ്. 2-0 എന്നായിരുന്നു അവരുടെ സ്കോർ റേറ്റ് വരുന്നത്. USA 2 ഗോളുകൾക്ക് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫിലായിരുന്നു USA-യുടെ 2 ഗോളുകളും ഉണ്ടാകുന്നത്. 10-ാം മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ ഒരു സെൽഫ് ഗോളാണ് USA-ക്ക് ആദ്യം കരുത്തായി മാറുന്നത്. പിന്നെ 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ നേടിയ ഒരു ഗോളും USA-ക്ക് വലിയൊരു മുൻതൂക്കം നൽകുകയായിരുന്നു ആ ഒരു മാച്ചിലുണ്ടായത്. ഈ 43-ാം മിനിറ്റിൽ ഫ്രീ കിക്കാണ് നമ്മുടെ USA-ക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു മത്സരമായി മാറിയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ USA-ക്ക് അനുകൂലമായി ഒരുപാട് സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ഒരു മത്സരം കൂടിയായിരുന്നു. രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ തിരിച്ചുവരാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഏൽക്കാതെ പോകുന്ന കാഴ്ചയാണ് ആദ്യത്തെ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഗ്രൂപ്പ് ഡിയുടെ മത്സരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡ് വേഴ്സസ് മൊറോക്കോ ആണ്. സ്കോട്ട്ലാൻഡ് മൊറോക്കോ നമ്മുടെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ തോൽപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മത്സരത്തിന്റെ 2-ാം മിനിറ്റിലാണ് മൊറോക്കോയ്ക്ക് വേണ്ടി ഇസ്മായിൽ സായ്ബരി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. വെറും 2-ാമത്തെ മിനിറ്റിൽ കൂടി ഓർക്കണം. മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് 9 ഗോൾ ശ്രമങ്ങളായിരുന്നു ഈ ഒരു മാച്ചിൽ നമ്മൾ കണ്ടത്. അതിൽ 3 എണ്ണം ഷോട്ടുകളായിട്ട് തന്നെ ഓൺ ടാർഗറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ സ്കോട്ടിഷ് ടീമായ നമ്മുടെ സ്കോട്ട്ലാൻഡിൻ്റെ ഭാഗത്തു നിന്ന് വെറും 5 ഗോൾ ശ്രമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതൊന്നുപോലും ടാർഗറ്റിൽ എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഒരു എന്താ പറയുക ഓക്കെ മാച്ചായിരുന്നു. നമുക്ക് ആവേശകരമായ പ്രത്യേക കാര്യങ്ങളൊന്നും മാച്ചിൽ നടന്നിട്ടില്ല. എങ്കിലും മൊറോക്കോ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ വരുന്ന മത്സരമാണ് ബ്രസീലും ഹെയ്ത്തിയും. ബ്രസീൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. കഴിഞ്ഞ മാച്ച് സമനിലയായിരുന്നു. എന്തുകൊണ്ട് ഈ മത്സരം ബ്രസീൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു. ഒട്ടും പ്രതീക്ഷകളൊന്നും കുറച്ചിട്ടില്ല. ആരാധകരുടെ പ്രതീക്ഷകളൊന്നും ചോരാത്ത രീതിയിലുള്ള ഒരു മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ അടിച്ചു മലർത്തിയ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ബ്രസീലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്ന മാത്യൂസ് ക്യൂഞ്ഞയുടെ ഇരട്ട ഗോളിലാണ് ബ്രസീലിന്റെ ആദ്യ ജയം നമ്മൾ ഈ കളിയിൽ ഉറപ്പിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം വിനീഷ്യസ് ജൂനിയറിന്റെ 1 ഗോളിന്റെ മികവിൽ എതിരില്ലാത്ത 3 ഗോളുകളിലൂടെയാണ് ബ്രസീൽ ഈ ഒരു മത്സരത്തിൽ മികച്ചു നിന്നത്. നെയ്മർ ഇല്ലാത്തൊരു കളി കൂടി ആയിരുന്നതെന്ന് ഓർക്കണം. എന്നിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യ പകുതിയിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ 3 ഗോളുകളും ഉണ്ടായെന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഈ ബ്രസീലിന്റെ മാച്ചിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 40-ാം മിനിറ്റിൽ കാലിന് പരിക്കേറ്റ ബ്രസീലിയന്റെ ഒരു മുന്നേറ്റ താരമായിരുന്നു റഫീഞ്ഞയെ കളം വിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ വിജയത്തിന്റെ ഇടയിലും ബ്രസീലിന്റെ വിജയത്തിന്റെ ഇടയിലും ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു വിസീഞ്ഞയ്ക്ക് കളം വിടേണ്ടി വന്നത്. നെയ്മർ ഓൾറെഡി പരിക്കിലാണ്. നമുക്ക് വിസീഞ്ഞയുടെയും ഈ കാര്യം കൂടി ആവുമ്പോൾ ബ്രസീൽ ആരാധകർക്ക് വിജയമുണ്ടെങ്കിലും തുടർന്നുള്ള മത്സരങ്ങൾ എങ്ങനെയാകുമെന്നൊരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് കളി അവസാനിക്കുന്നത്. ബ്രസീലിന്റെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ 18 മത്സരങ്ങളിൽ 13ലും കളിച്ച റഫീഞ്ഞ ടീം നേടി 24 ഗോളുകളിലും 5 എണ്ണം ഈ റഫീഞ്ഞ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ അയാൾ കളം മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രസീൽ ആരാധകർക്ക് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ആശങ്കയ്ക്കുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ബ്രസീലിൻ്റെ കളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് സിയിൽ ഇപ്പോൾ ബ്രസീൽ 1ാമത് എത്തി നിൽക്കുകയാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റാണ് ഇപ്പോൾ ടീമിന് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കളി ബ്രസീലിൻ്റെ വരുന്നത് 25-ന് പുലർച്ചെ 3:30ക്കാണ് ബ്രസീലിൻ്റെ അടുത്ത മത്സരം വരുന്നത്. പിന്നെ അടുത്ത മത്സരത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊരു വലിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കും. ആദ്യ 2 മത്സരങ്ങളിൽ കളിക്കാൻ പറ്റാതിരുന്ന ബ്രസീൽ ആരാധകരുടെ നിരാശകളെല്ലാം മാറ്റിക്കൊണ്ട് നെയ്മർ അടുത്ത കളിയിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത കളിയാണ് പരാഗ്വേയും തുർക്കിയും തമ്മിലുള്ളത്. പരാഗ്വെ എതിരില്ലാത്ത 1 ഗോളിന് തുർക്കിയെ മലർത്തിയടിച്ച കാഴ്ചയാണ് നമ്മൾ പിന്നെയും കണ്ടത്. ഈ കളിയിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വെറും 65-ാമത്തെ സെക്കൻഡിലാണ് തുർക്കി
തുർക്കിയെ പരാഗ്വെ തോൽപ്പിച്ചിരിക്കുന്നത് വെറും 65ാമത്തെ സെക്കൻഡിലും. മത്തിയാസ് ഗലാർസിയാണ് പരാഗ്വയ്ക്ക് വേണ്ടി ഈ വിജയ് ഗോൾ നേടിക്കൊടുത്തിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗോളായി മാറിയിരിക്കുകയാണ് നമ്മുടെ മത്തിയാസ് ഗലാർസിയുടെ 65ാമത്തെ സെക്കൻഡിലെ ഈ ഗോള്. ലോകകപ്പ് ചരിത്രത്തിലെ ഈ വർഷത്തെ ഏറ്റവും വേഗതയേറിയ ഗോളായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഒരു തെക്കേ അമേരിക്കൻ ടീം നേടുന്ന ഏറ്റവും വേഗതയേറിയ ഗോൾ കൂടിയാണിത്. 1998 നൈജീരിയക്കെതിരെ 52 സെക്കൻഡിൽ പരാഗ്വെയുടെ സെൽസോ അയല ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. ആ ഗോളിനെയാണ് ഇവരിപ്പോൾ മലർത്തിയടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു റെഡ് കാർഡ് ഉണ്ടായിരുന്നു. മിഗ്വൽ അൽമിറോണിന് ഒരു റെഡ് കാർഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഒരു വാക്ക് തർക്കത്തിനിടയിൽ വായ പൊത്തി സംസാരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകകപ്പിൽ റെഡ് കാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഒരാളായി മാറിയിരിക്കുകയാണ് മിഗൽ. അതോടുകൂടി റെഡ് കാർഡ് ലഭിച്ചതോടുകൂടി പരാഗ്വെ 10 പേരെ ചുരുങ്ങി കാശും കൂടി കണ്ടു എങ്കിലും വിജയമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കളികൾ. അപ്പോൾ എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും ഫിഫ വേൾഡ് കപ്പ് ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരാധകർക്കും ശക്തമായ ആവേശം തന്നെയാണ് പ്ലെയേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ബ്രസീൽ ടീമിനെ കുറിച്ചാണ്. ഫസ്റ്റ് കളി സമനിലയിൽ അവസാനിപ്പിക്കുമ്പോൾ ബ്രസീലിലെ കോച്ച് കൂടിയായ കാർലോ വലിയധികം രീതിയിൽ പ്രകോപിതനാവുന്ന ഒരു സാഹചര്യങ്ങൾ കൂടി കണ്ടിരുന്നു. നെയ്മർ കളിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാൻസ് ആയിരുന്നു രണ്ടാമത്തെ കളിയിൽ ഹെയ്ത്തിയെ മലർത്തിയടിച്ച് 3 ഗോളുകൾക്ക് ബ്രസീൽ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതോടുകൂടി ഹെയ്ത്തി ലോകകപ്പിൽ നിന്ന് പുറത്തായ ഒരു അവസ്ഥയും കൂടി നമ്മൾ കണ്ടു. നെയ്മർ ഇല്ലാതെയാണ് ഇവർ കളിക്കളത്തിൽ ഇറങ്ങിയ 3 ഗോളുകളോടെ ബ്രസീൽ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ അടുത്ത കളിയിൽ ബ്രസീലിന് വേണ്ടി നെയ്മർ ഇറങ്ങുമെന്നൊരു കാഴ്ച കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ കളി അവസാനിച്ചതുകൊണ്ട് എന്തുകൊണ്ടും ബ്രസീൽ ആരാധകർക്ക് സന്തോഷത്തിനും ആവേശത്തിനും വകവെച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തോറ്റുപോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പിച്ചൊരു മത്സരം കൂടിയായിരുന്നു. പിന്നെ ഒസീഞ്ഞയുടെ പരിക്കും ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കളികൾ എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ അടുത്ത ദിവസത്തെ കളികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത കളി വരുന്നത് അടുത്ത ദിവസം ജർമ്മനി വിസസ് ഇവറി കോസ്റ്റ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 1:30 AM ഗ്രൂപ്പ് ഇയിലെ അടുത്ത മത്സരമാണ്. പിന്നെ അതേ ഗ്രൂപ്പ് ഇയിലെ തന്നെ മറ്റൊരു മത്സരം നടക്കുന്നുണ്ട് 5:30 AM നാളെ. ഇക്വഡോറും കൊറാക്കോവും തമ്മിലുള്ള മത്സരമാണ്. പിന്നെ ഗ്രൂപ്പ് എഫിലെ ട്യൂണീഷ്യ വിസിസ് ജപ്പാൻ രാവിലെ 9:30 നടക്കുന്നത്. പിന്നെ വരുന്നത് സ്പെയിനാണ്. സ്പെയിൻ വിസിസ് സൗദി അറേബ്യ ഗ്രൂപ്പ് എച്ചിലെ ഒരു മത്സരമാണ്. അത് നാളെ രാത്രി 9:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 9:30 അടുത്ത കളി വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസവും നിർണായകമായൊരു ദിവസമാണ്. സ്പെയിൻ കളിക്കുന്നുണ്ട്, ജർമ്മനി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല എന്തൊക്കെയാകുമെന്ന്. കുറച്ച് ദിവസങ്ങളായി ഫിഫ വേൾഡ് കപ്പ് ശക്തമായ മുന്നേറ്റങ്ങളിലൂടെ ആവേശകരമായ കാഴ്ചകളിലൂടെ ആണ് മുന്നേറുന്നത്. അപ്പോൾ എന്തായാലും നിർണായകമായ ദിവസം കൂടിയാണ് ജർമ്മനിക്കും സ്പെയിനൊക്കെ ഉള്ളത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.